ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് വാട്സപ്പിൽ വന്നിരിക്കുന്ന, പ്രത്യേകിച്ച് വാട്സപ്പിന്റെ സ്റ്റാറ്റസിൽ വന്നിരിക്കുന്ന നല്ലൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റ് ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ വരേണ്ടതായിരുന്നു, കാരണം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണത്. അപ്പൊ അതിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. വാട്സപ്പിൽ വന്നിരിക്കുന്ന ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത്, വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സെർച്ചിൽ വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വാട്സപ്പിന് എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. വാട്സപ്പിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് എന്ന് കാണാം. ഇവിടെ ഓപ്പൺ ആണ് കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ കൊടുക്കുക. അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കാണാൻ സാധിക്കുന്നത് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ ഇട്ട സ്റ്റാറ്റസ് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ തൊട്ട മുകളിൽ നമുക്ക് സ്റ്റാറ്റസ് ഇടുന്ന ഭാഗത്താണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഞാൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. പുതിയൊരു അപ്ഡേറ്റ്, പുതിയൊരു പോസ്റ്റ് ഞാൻ സ്റ്റാറ്റസ് ആയിട്ട് വെക്കാൻ പോവാണ്. അപ്പൊ ഞാനിവിടെ നമ്മുടെ ഗാലറിയിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ ആ പോസ്റ്റ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് അറിയാം ആഡ് ക്യാപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. തൊട്ടടുത്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ സ്റ്റാറ്റസിലേക്ക് അത് വരുന്നതാണ്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് ആ ഒരു പെൻസിൽ ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പുതിയൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ വോയിസിന്റെ ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ലേ? ഇനി മുതൽ നിങ്ങൾക്ക് വോയിസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാറ്റസ് ആക്കി ഇടാൻ പറ്റും. അപ്പൊ ഇവിടെ ഞാൻ റെക്കോർഡ് ചെയ്യാണ്. ഞാൻ ആ വോയിസിന്റെ മൈക്ക് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. എന്താണോ പറയേണ്ടത്, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് സ്റ്റാറ്റസ് ആയിട്ട് വെക്കേണ്ടത്, അതൊന്നും നിങ്ങളൊന്ന് ഇവിടെ മൈക്കിലൊന്ന് പറയുക. പറഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുക്കുക. ആ ഏരോ മാർക്ക് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതവിടെ ജസ്റ്റ് നൗ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് സ്റ്റാറ്റസിൽ. ഇനി നമുക്കൊന്ന് നോക്കി നോക്കാം. ആ സ്റ്റാറ്റസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ആരും ഇതുവരെ വ്യൂ ചെയ്തിട്ടില്ല. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഹലോ 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 ഹലോ, ഹൗ ആർ യു? കണ്ടില്ലേ? ഇതുപോലെ ഇനി നിങ്ങൾക്ക് വോയിസ് നിങ്ങളുടെ സ്റ്റാറ്റസിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടിപൊളി ഒരു ഓപ്ഷനാണ്. നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട്